നമ്മുടെ യുവ കായിക താരങ്ങളുടെ ദൃഢനിശ്ചയവും അച്ചടക്കവും കൊണ്ട് ഭാരതം ഇന്നൊരു ആഗോള കായിക ശക്തികേന്ദ്രമായി മാറുന്നതിനുള്ള സന്തോഷവും പ്രധാനമന്ത്രി പങ്കുവച്ചു. നടന്ന ദേശീയ ഗെയിംസിൽ കൈവരിച്ച നേട്ടത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. രാജ്യത്തെ മികച്ച കായിക ശക്തിയായി ഉത്തരാഖണ്ഡ് വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളമുള്ള 11,000-ത്തിലധികം കായിക താരങ്ങളാണ് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചത്. ഇത്തവണ ഉത്തരാഖണ്ഡ് 7ാം സ്ഥാനത്താണ്. വ്യക്തികളെയും സമൂഹങ്ങളെയും മുഴുവൻ സംസ്ഥാനത്തെയും പരിവർത്തനം ചെയ്യുന്ന കായിക ശക്തിയാണിതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. उत्तराखंड के खिलाड़ियों ने भी शानदार प्रदर्शन किया. इस बार उत्तराखंड 7वें स्थान पर रहा. यही तो पावर ऑफ स्पोर्ट्स है, जो इंडिविजुअल्स और कम्युनिटीज के साथ साथ पूरे राज्य का कायाकल्प कर देती है. इससे जहां भावी पीढ़ियां प्रेरित होती हैं, वहीं कल्चर ऑफ एक्सेलेंस को भी बढ़ावा मिलता है. ഗെയിംസിൽ പരമാവധി സ്വർണ്ണ മെഡലുകൾ നേടിയതിന് സർവീസസ് ടീമിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള സാവൻ ബർവാൾ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള കിരൺ മാത്രേ, തേജസ് ഷിർസെ, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജ്യോതി യാരാജി എന്നിവരെല്ലാം രാജ്യത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകിയവരാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ജാവലിൻ ത്രോ താരം സച്ചിൻ യാദവ്, ഹരിയാനയിൽ നിന്നുള്ള ഹൈജംപ് താരം പൂജ, കർണാടകയിൽ നിന്നുള്ള നീന്തൽ താരം ദിനിധി ദേശിന്ദു എന്നിവർ 3 പുതിയ ദേശീയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തി. 15 വയസ്സുള്ള ഷൂട്ടർ ഗാവിൻ ആന്റണി, ഉത്തർപ്രദേശിൽ നിന്ന് വന്ന 16 വയസ്സുള്ള ഹാമർ ത്രോ കളിക്കാരി അനുഷ്ക യാദവ്, മധ്യപ്രദേശിൽ നിന്ന് വന്ന 19 വയസ്സുള്ള പോൾ വാൾട്ട് താരം ദേശ് കുമാർ മീണ എന്നിവർ രാജ്യത്തിന്റെ കായിക ഭാവി വളരെ കഴിവുള്ള ഒരു തലമുറയുടെ കൈകളിലാണെന്ന് തെളിയിച്ചിട്ടുണ്ടെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. भारत का स्पोर्टिंग फ्यूचर बेहद प्रतिभावान पीढ़ी के हाथों में है. उत्तराखंड में हुए नेशनल गेम्स ने ये भी दिखाया कि कभी हार न मानने वाले जीतते जरूर है. कंफर्ट के साथ कोई चैंपियन नहीं बनता. ഒരിക്കലും തോൽവി അംഗീകരിക്കാത്തവർ തീർച്ചയായും വിജയിക്കുമെന്നാണ് ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസ് തെളിയിച്ചത്. സൌകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ആരും ചാമ്പ്യന്മാരാകില്ലെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.